ഇടുക്കിയിൽ ലഹരി സംഘത്തെക്കുറിച്ച് വിവരം നൽകിയതിന് വ്യാപാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചെറുതോണി ടൗണിൽ വ്യാപാരം നടത്തുന്ന ജിൻസ് ജോണിനാണ് കാലിന് വെട്ടേറ്റത്. ജിൻസിന്റെ കടയുടെ സമീപത്തിരുന്ന യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നതായി പോലീസിന് വിവരം നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം. രാഹുൽ സുരേഷ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. രാഹുൽ, നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പലതവണ വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹം ആവർത്തിച്ച് ജനങ്ങൾക്ക് നൽകിയൊരു ഉറപ്പുണ്ട്. നിങ്ങൾ ധൈര്യമായി വിവരങ്ങൾ തൂഫാൻ സംഘത്തെ അറിയിച്ചോളൂ. അതിന് 3 നമ്പറുകളും പൊതുജന സമക്ഷത്തേക്ക് വെക്കുകയും ചെയ്തു. ഒരാളുടെയും പേരുവിവരങ്ങൾ പുറത്തു പോകില്ല, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതിപ്പോൾ ആഭ്യന്തര വകുപ്പ് നൽകിയൊരു ഉറപ്പാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വിവരം നൽകിയ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ലക്ഷ്യത്തിന് തന്നെ തിരിച്ചടിയേൽക്കുന്ന ഒരു സംഭവമാണ്. ഈ അക്രമകാരികളെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള അന്വേഷണവും പരിശോധനയും ഇടുക്കി ജില്ലയിലും തുടരുകയാണ്. അതിനിടയിലാണ് ചെറുതോണിയിൽ തൂഫാനുമായി ബന്ധപ്പെട്ട് ഈ ലഹരി ഉപയോഗമുണ്ടെന്ന് യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് വിവരം നൽകിയ വ്യാപാരിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചെറുതോണി ടൗണിൽ തന്നെ വ്യാപാരം നടത്തുന്ന ജിൻസ് ജോണിനാണ് കാലിന് വെട്ടേറ്റിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം നടക്കുന്നത്. അതായത് 2018 ചെറുതോണി ടൗണിലെ ഒരു പാലം തകരുന്നത്. ഈ പാലത്തിന് പകരം പുതിയൊരു പാലം ഈ സംഭവ സ്ഥലത്ത് വരികയും ചെയ്തിരുന്നു. ഇതോടെ പഴയ പാലത്തിന് സമീപം രാത്രി സമയങ്ങളിലടക്കം ഈ കൂരാക്കൂരി ഇരുട്ടാണ്. അപ്പോൾ ഈ സ്ഥലത്ത് എത്തിയ ശേഷമാണ് യുവാക്കൾ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കച്ചവടം നടത്തുന്ന ഈ വ്യാപാരി പോലീസിനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഈ വിവരങ്ങൾ നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു യുവാക്കൾ ഇവിടെ എത്തുകയും ഈ വ്യാപാരിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും ഈ ചെറുതോണിയിൽ അനുഭവിക്കുന്ന ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഈ ആക്രമണത്തിന് കാരണമായി എന്നാണ് ഈ വ്യാപാരി പോലീസ് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. നിലവിൽ പരിക്കേറ്റ ജിൻസ് ജോൺ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുകയും പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ചെറുതോണിൽ നിന്നും പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു സംഭവം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇടുക്കി ഏലപ്പാറയിലാണ് ഉണ്ടായത്. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ, അതായത് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 375 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരു മധ്യവയസ്കൻ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ചെമ്മണ്ണ് സ്വദേശിയായിട്ടുള്ള അനസ് ഏലിയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ കട കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈ അനസിന്റെ കട കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മധ്യവയസ്കനെ ലഹരി പദാർത്ഥങ്ങളുമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ജില്ലയിൽ വ്യാപകമായിട്ടുള്ള എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധനകൾ, തെരച്ചിലുകൾ നടത്തും എന്നാണ് പോലീസും എക്സൈസും വ്യക്തമാക്കുന്നത്. ശരി രാഹുൽ, അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ അതിന്റെ ലക്ഷ്യം കാണുന്നതിനായി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ലഹരി അപ്പാടെ ഇല്ലാതാവുന്നതിനായി നമുക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വിവരങ്ങൾ പോലീസിനെ അല്ലെങ്കിൽ എക്സൈസിനെ, ഓപ്പറേഷൻ തൂഫാൻ സംഘത്തെ അറിയിക്കാൻ കഴിയണം. അതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നാൽ ഈ പ്രതിപട്ടികയിൽ വരുന്ന അല്ലെങ്കിൽ ആരാണോ ഈ അക്രമം നടത്തുന്നത് അവർക്കെതിരെ ശക്തമായ നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുകയും വേണം.